വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 50-ാം തിരുവചനം. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, അവിടുത്തെ ഭക്തരുടെ മേൽ എന്ന് പറഞ്ഞിരിക്കുന്നതിന് ഇംഗ്ലീഷ് പരിഭാഷയിൽ അവിടുത്തെ ഭയപ്പെടുന്നവരുടെ മേൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, ദൈവ ഭയം എന്ന് പറയുന്നത് സാധാരണ ഭയമല്ല, സ്വന്തം ആത്മരക്ഷയെപ്പറ്റി പരിഗണന ഉള്ളവർ എന്നാണ് അർത്ഥമാക്കുന്നത്. ഇത് എപ്രകാരമാണ് ഉണ്ടാകുന്നത്? വചനം കേൾക്കുകയും പാപത്തെ മനസ്സിലാക്കി പാപങ്ങളെ ഓർത്ത് അനുതപിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ സ്വന്തം പാപപ്രവൃത്തികളെ, പാപ സ്വഭാവത്തെ ന്യായീകരിക്കുകയും മാനസാന്തരപ്പെടാനോ വിശ്വസിക്കാനോ മനസ്സ് വയ്ക്കാതെയും ചെയ്യുന്നവർ തങ്ങളുടെ മുന്നിലുള്ള കരുണയുടെ വാതിൽ അടച്ചു കളയുന്നവരാണ്. ദൈവ കരുണ തങ്ങൾക്ക് ലഭ്യമാകേണ്ടതിന് തടസ്സം നിൽക്കുന്നവരും മാനസാന്തരപ്പെട്ട് കരുണ സ്വീകരിക്കാൻ തയ്യാറല്ലാത്തവരുമായ ആളുകൾ കരുണയുടെ വാതിലുകൾ അടച്ചു കളയുന്നു. എന്നാൽ ഭയപ്പെടുന്നവരുടെ മേൽ, ദൈവഭക്തരുടെ മേൽ, അതായത് മാനസാന്തരപ്പെടുന്നവരുടെ മേൽ തലമുറകൾ തോറും കരുണ വർഷിക്കുന്നവനാണ് കർത്താവ്. ഏതാണ് തലമുറകൾ? ഈ ജീവിക്കുന്ന തലമുറയും വരാനിരിക്കുന്ന തലമുറകളും. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 29-ാം വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, യേശുവിനെ പ്രതി എന്തെങ്കിലും നഷ്ടപ്പെടുത്തുന്നവർക്ക് 100 ഇരട്ടിയായിട്ട് ലഭിക്കുന്ന ഈ തലമുറയും നിത്യജീവൻ ലഭിക്കുന്ന വരാനിരിക്കുന്ന തലമുറയും, നിത്യതയിൽ ലഭിക്കാനിരിക്കുന്ന കർത്താവിൻ്റെ കരുണ, അതുപോലെ തന്നെ നാം ജീവിച്ചിരിക്കുന്ന ഈ തലമുറയിൽ ലഭിക്കുന്ന അവിടുത്തെ കരുണയും. അവിടുത്തെ കരുണ എന്താണ്? അർഹതയില്ലാത്തവർക്ക് ലഭിക്കുന്ന കൃപയാണത്. അത് നിത്യജീവനാണ്. യേശുവിനെ പ്രതി ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് നമ്മെ ദൈവമക്കളായി ഉയർത്തുന്ന അവസ്ഥയാണ് കർത്താവിൻ്റെ കരുണ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ ടു ഓൾ ഓഫ് യു.